let's make cheesy loaded. ഫ്രഞ്ച് ഫ്രൈസ് ഓൾറെഡി റെഡിയാക്കിയ വീഡിയോ കാണിച്ചായിരുന്നു. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ഒന്ന് ചൂടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടറോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. ബട്ടറോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല. ബട്ടർ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മൈദയാണ് കേട്ടോ. മൈദ നമുക്കൊരു അളവിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു ടൈപ്പ് ലോഡഡ് ഫ്രൈസ് ആണ്. കുറച്ച് ഹെൽത്തി ആണ്. ഹെൽത്തി അല്ലാത്തതൊന്നുമില്ല. പിന്നെ ചിക്കൻ നമ്മൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കിത് ഹെൽത്തി ആയിട്ട് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസും എയർ ഫ്രയറിൽ ചെയ്യാം. അതുപോലെ ചിക്കനും എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്താൽ ബാക്കി എല്ലാ സ്റ്റെപ്പും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് നല്ലോണം ഈ പൊടിയും ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുട്ടികളൊക്കെ ആകുമ്പോൾ പെപ്പർ അധികം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പെപ്പർ അവോയ്ഡ് ചെയ്യാം. വേണമെന്നുള്ളവർക്ക് ഒറിഗാനോയും ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഏകദേശം വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രോസൺ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ആഡ് ചെയ്യാം. ചീസ് നമുക്ക് ഒരു 2 സ്ലൈസ് ആഡ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണല്ലേ, നല്ല ടെംപ്റ്റിംഗ് ആണ്. നമ്മൾ പുറത്ത് പോയി വാങ്ങുമ്പോൾ കുറച്ച് റേറ്റുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ. നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ഫോമിലാക്കാം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് നമുക്കിത് ആഡ് ചെയ്യാം. അടുത്ത പ്രോസസ്സ് നമുക്ക് മയണൈസ് ഉണ്ടാക്കാനാണ്. പെരി പെരി മയോയാണ്. അതായത് നമ്മൾ കുറച്ച് സോക്ക് ചെയ്ത വറ്റൽമുളകും നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്യണം. അതുപോലെ കുറച്ച് ഷുഗറും ആഡ് ചെയ്യണം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അത് കുറച്ച് ഹെൽത്തി ആണല്ലോ, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് ആപ്പിൾ സിഡർ വിനെഗറും കൂടെ വെച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. ഓയിലൊന്നും വേണ്ട, ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിപ്പ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മയോയുടെ നമ്മുടെ ഡിപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേലാഹി. നമ്മുടെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നമുക്കിതാ ഇതുപോലെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതാണ് ടേസ്റ്റ് കൂടാനുള്ള. അത് എയർ ഫ്രയറിൽ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. സോ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു മിക്സ് മതി.
എന്നിട്ട് നമുക്ക് ചീസ് നല്ല മെൽറ്റായിരിക്കുന്ന ചീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. വേണമെങ്കിൽ അത് നമ്മൾ അവൻ ഉണ്ടെങ്കിൽ നല്ല ചീസ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചൂടോടെ കഴിക്കുന്ന ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് അവനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളല്ലാതെ ഓൾറെഡി മെൽറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. വെരി ക്രീമി. അടിപൊളിയല്ലേ? സൂപ്പർ. ഈ ചീസ് ഇങ്ങനെ ലാസ്റ്റ് വെച്ചതും അടിപൊളി ടേസ്റ്റ്. ഇറ്റ്സ് സോ നൈസ് അല്ലേ? സ്പൈസി ഉണ്ട്. സോ എല്ലാവരും ലോഡഡ് ഫ്രൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കടയിൽ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ക്രീമിയാണ് അല്ലേ? അന്ന് കഴിച്ചതിനെക്കാട്ടിലും നല്ല ക്രീമിയാണ്, ചീസിയാണ്, കുറച്ചുകൂടി ഹെൽത്തി രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. സോ നിങ്ങൾക്ക് ഈ ലോഡഡ് ഫ്രൈസ് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഫാൻസ് ആയെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻസ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ട്രൈ ചെയ്യാനായിട്ടൊരു പ്രചോദനമാവും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.